ചങ്ങായിമാരെ നമ്മളെ നാട്ടിലെ സംഖ്യനെ കൊണ്ടിട്ടില്ല ഒരാൾക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാട്ടാ. അതായത് സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെയാണ് ഈ സംഖ്യക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളില്ലേ അത് പറയുന്നവരാ ഇവന്മാർ തെറി വിളിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീനിത്യ എന്ന പേരുള്ള ഒരു പാവ യുവതിയെ കുറിച്ചാണ്. ഈ യുവതിയുള്ള ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു നല്ലൊരു ബ്ലോഗർ കൂടിയാണ്. ഇവരുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരൻ കൂടിയാണ്. അതുകൊണ്ട് ഇവരുണ്ടല്ലോ ഇന്ത്യയുടെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ഇവര് മിനിഞ്ഞാന്ന് ഇവരുടെ ഫേസ്ബുക്കിലുണ്ടല്ലോ ഒരു പോസ്റ്റ് ഇട്ട്, അതായത് കേരളത്തിലെ ഒരു ബീഫ് കടയുടെ മുന്നിൽ നിന്നിട്ട് ഇത്രയും ധൈര്യത്തോടെ ബീഫ് വാങ്ങാണ്ടിരി കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇതാണ് ആ പോസ്റ്റ്, നിങ്ങൾ കണ്ടു നോക്ക്. ശ്രീനിത്യ ഇത്രയും ധൈര്യത്തോടെ ഇവിടെ നിൽക്കാൻ കേരളത്തിലല്ലാതെ മറ്റെവിടെ പറ്റും? സത്യമല്ലേ ഇവർ ചോദിച്ചത്? പക്ഷെ ഈ ഒരു പോസ്റ്റ് ഇട്ടതേ ഈ പാവത്തിന് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഇതിന്റെ തായല് അറഞ്ചം പൊറഞ്ചം ചാണക സംഖ്യ വന്നിട്ട് അമ്മാതിരി തെറിയാണ് ചാണക സംഖ്യ വിളിച്ചത്. അതിൽ വായിക്കാൻ പറ്റുന്ന 1-2 കമന്റ് ഇടില്ല, അത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. ആദ്യം തന്നെ ഇന്ത്യയുടെ പതാകയും വെച്ചിട്ട് ഒരു ചാണക സംഖ്യ നാണവുമാനും ഉളുപ്പില്ലാതെ ഇട്ട കമന്റ് ഇടില്ല, ആ കമന്റ് ഞാൻ വായിച്ചു തരാം. JP ജയപ്രകാശ് JP എന്നാണ് ഈ ചാണക സംഖ്യയുടെ പേര്. ഒരുമാതിരി ഊമ്പിയ വർത്താനം പറയരുത്. നോർത്ത് ഇന്ത്യക്കാർ പൊതുവെ ബീഫ് കഴിക്കുന്നത് കുറവാണ്, അഥവാ കഴിച്ചാലും പശുവിനെ ഉപയോഗിക്കില്ല. ഈ അടുത്ത സമയത്ത് മദ്രാസ് ഹൈക്കോടതി പോലും പശുവിനെ കൊല്ലരുത് എന്ന് ഉത്തരവ് വന്നു. നോർത്ത് ഇന്ത്യയിൽ ബീഫ് കിട്ടും, പശുവിനെ കൊല്ലുന്നത് മാത്രമേ ഉള്ളൂ അവിടെ എതിർപ്പ്. നിങ്ങളുടെ ഈ ഊമ്പിയ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരെ മറുപടി പറയാൻ പലരും കാണും എന്നും കൂടി ഓർക്കുക. ഇതുപോലുള്ള പോസ്റ്റ് തീർച്ചയായും നിങ്ങളെ അൺഫോളോ ചെയ്യും സമാന ചിന്താഗതിക്കാരും. അൺഫോളോ ചെയ്യുന്ന മറ്റേ ഭീഷണി, ചാണക സംഖ്യയുടെ സ്ഥിരം പരിപാടിയാണ് ഭീഷണി. നിങ്ങളെ അൺഫോളോ ചെയ്തെങ്കിൽ ഇവിടെ ആർക്ക് എന്ത് സംഭവിക്കാനാണ് ചാണകങ്ങളെ? അതുകൂടി ഇന്ത്യയുടെ കൊടിയും വെച്ചിട്ട് പട്ടാളക്കാരന്റെ ഭാര്യയാണ് ഈ ചാണക സംഖ്യ വിളിച്ചത്. കണ്ട ഈ ചാണക സംഖ്യയുടെ സംസ്കാരം കണ്ട, ഒരു പട്ടാളക്കാരന്റെ ഭാര്യയോട് ഇമാതിരി വൃത്തിയായിട്ട വർത്താനാണ് ചാണക സംഖ്യയിൽ സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ത്യൻ പട്ടാളക്കാരോടും അവരുടെയൊക്കെ കുടുംബക്കാരോട് ചാണക സംഖ്യക്ക് എത്രമാത്രം മതിപ്പുണ്ടെന്ന്. ഈ പാവ സ്ത്രീ ഉണ്ടല്ലോ ആ പോസ്റ്റിൽ എവിടെയെങ്കിലും ബീഫ് അല്ല പശുവാണ് അവിടെ വെക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഈ സംഖ്യക്കുണ്ടല്ലോ ബീഫ് കാണുമ്പോ പശുവായിട്ടും മാതാവായിട്ടും പലതായിട്ടും തോന്നും കേട്ടാ. എന്നിട്ട് ഈ പശുവിനെ മാതാവായിട്ട് കാണുന്ന ഈ ചാണക സംഖ്യ ഉണ്ടല്ലോ 14 വയസ്സ് കഴിഞ്ഞില്ല, ആ മാതാവിനുണ്ടല്ലോ 14 വയസ്സ് കഴിഞ്ഞില്ല അറക്കം കൊടുക്കും, അതിന് യാതൊരു കുഴപ്പമില്ല. അത് മാത്രമല്ല ആ മാതാവിനെ അറുത്തിട്ടുണ്ടല്ല കയറ്റി അയക്കും, ഹലാൽ സ്റ്റിക്കർ ഒടിച്ച് കയറ്റി അയക്കും, അതിന് സംഖ്യക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇവർക്ക് കുഴപ്പമെന്ന് വെച്ചാൽ ഈ പാവ യുവതി ഉണ്ടല്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഈ ചാണക സംഖ്യക്ക് കുഴപ്പം. കഴിഞ്ഞിട്ടില്ല അതിൽ ഞാനുണ്ടല്ലോ വായിക്കാൻ പറ്റുന്ന ഒരു കമന്റും കൂടി വായിക്കാം. ഇത് വേറൊരു ചാണക സംഖ്യയുടെ കമന്റ് ആണ്. ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത മദ്രസയുണ്ടല്ല, മദ്രസേനെ കൂടിച്ചെത്തിട്ടാണ് ഈ ചാണക സംഖ്യ ഈ കമന്റ് ഇട്ടത്. അനിരുദ്ധ് എന്നാണ് ഈ ചാണക സംഖ്യന്റെ പേര്. ചേച്ചി ആരോ മദ്രസ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതിന്റേതാണ് ഇത്. പശു ഏതാ പോത്തേതാ എന്ന് അറിയാത്ത കുറെ പോർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ചാണക സംഖ്യന്റെ പോസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പശു ഏതാണ്, പോർക്ക് ഏതാണ്, പോത്ത് ശരിയായ പോത്ത് ഏതാണെന്ന് ഈ പോസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾ കണ്ടല്ലോ എന്ത് പോസ്റ്റ് ആരിട്ടാലുണ്ടല്ല മദ്രസകൾക്കും മുസ്ലിങ്ങൾക്ക് ഉണ്ടല്ല ഈ നാട്ടില് സ്വൈര്യം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞ ഇമാതിരി കമന്റ് ഈ ചാണക സംഖ്യകള് ശരിക്കും ഉണ്ടല്ല പൊട്ടന്മാരല്ല, മരപ്പൊട്ടന്മാർ, ലോക മരപ്പൊട്ടന്മാർ കേട്ടാ. ബീഫ് ഏതാണ്, പശു ഏതാണ്, മനുഷ്യനേതാണ് എന്നൊന്നും തിരിയാതെ ഈ പാവങ്ങളെ തല്ലിക്കൊല്ലുന്ന ഈ ചാണക സംഖ്യ ഉണ്ടല്ല പറഞ്ഞ് മനസ്സിലാക്കുന്ന നല്ലത് ഈ നായയുടെ വാലുണ്ടല്ല ആ വാലുണ്ടല്ല നേരെയാക്കാൻ നോക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇങ്ങനെയുണ്ടല്ലോ 2000 മുകളിൽ കമന്റ് ആണ് ഈ പാവ യുവതിയുടെ പോസ്റ്റിൽ ഈ ചാണക സംഖ്യ ഇട്ടിട്ടുള്ളത്. അതിലെനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നുന്നത് ഈ യുവതിനെ മാത്രമല്ല തെറി വിളിക്കുന്നത്, മുസ്ലിങ്ങളുണ്ടല്ല ഈ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മുസ്ലിങ്ങൾ ഈ ചാണക സംഖ്യ തെറി വിളിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ ഉണ്ടല്ലോ ഈ യുവതി ഉണ്ടല്ലോ ഒരു വീഡിയോ ആയിട്ട് വന്നു, ഒരു അടിപൊളി വീഡിയോ ആയിട്ട്. ആ വീഡിയോയിൽ ബോധവും വിവരമില്ലാത്ത ചാണക സംഖ്യ ഉണ്ടല്ല നല്ലോണം ഈ യുവതി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഇന്ന് നല്ല ഫ്രഷ് ബീഫ് വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ ഇതിൻ്റെ വോയിസ് അവിടെ വെച്ച് പറഞ്ഞത് മ്യൂട്ടാക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ബീഫിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസും കുറച്ചൊക്കെ നല്ല കമൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് ഇത്രയധികം മോശപ്പെടുത്തി ഇങ്ങനെ കമൻസ് ഇട്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പോയിട്ടില്ല എങ്കിലും കുറച്ച് നമ്മുടെ നോർത്തേൺ സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് പോലെ സുലഭമായിട്ട്, അതായത് മുക്കിനും മൂലയിലും ഒന്നും ബീഫ് വിൽക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതും പോയിട്ട് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യത്തോടു കൂടി പറയാം ബീഫും കപ്പയോ അല്ലെങ്കിൽ എന്തോ ആണ് ഉണ്ടാക്കിയത് അത് നമുക്ക് പറയാം. പക്ഷേ അതിപ്പോൾ നമ്മുടെ നോർത്തിൽ ചെന്നിട്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് നോൺ വെജ് ഉണ്ടാക്കിയെന്ന് പറയാൻ തന്നെ പേടിയാണ്.
പ്രത്യേകിച്ച് ബീഫ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമുക്ക് പുറത്ത് വീട് തരുന്നത് പോലും നിങ്ങൾ വെജാണോ എല്ലാവരും അല്ല കേട്ടോ, ഒരു 100-ൽ 95 പേരും നിങ്ങൾ വെജാണോ നോൺ വെജാണോ എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് നമുക്ക് വീട് താമസ സൗകര്യത്തിന് തരുന്നത്. അവിടെ ഒരു മുട്ട പോലും വറുത്തെടുക്കാനോ മുട്ടക്കറി ഉണ്ടാക്കാനോ പോലും പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സ് നിന്നിട്ടുള്ള വീട് എനിക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാം അങ്ങനെയായിരുന്നു. എല്ലാ പേരെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒട്ടുമുക്കാൽ ആൾക്കാരും അങ്ങനെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ എനിക്കൊരു പ്രത്യേക മതവിശ്വാസത്തോടോ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കൂറും എതിർപ്പും അങ്ങനെ ഒന്നുമില്ല. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനാണ് ഒരുപാട് പേര് ആ പോസ്റ്റിന്റെ താഴെ വന്നിട്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ് പറയുന്നുണ്ട്. അത് പുറത്ത് പറയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കമന്റ്സ് ആണ് ഞാൻ കണ്ടത്. അപ്പൊ അത് എന്തിനാണ് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ജയ്പൂരിൽ പോയി ഞങ്ങൾ ബീഫ് വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ ധൈര്യത്തോട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് പോലെ അവിടെ അങ്ങനെ കിട്ടിയിട്ടുമില്ല. നമ്മൾ ചെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അന്ന് അവർ പറഞ്ഞത് എന്റെ മുഖം കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് കാണിക്കുന്നു, നിങ്ങളുടെ ബീഫ് വാങ്ങിച്ചിട്ട് പോകുന്നു, അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതെന്തെങ്കിലും പ്രശ്നം വന്നേക്കാം എന്നുള്ള കാര്യം അവർ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എൻ്റെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ആരെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലാതെ ഒന്ന് മോശപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. എനിക്ക് തോന്നിയ കാര്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു. അല്ലാതെ കേരളത്തിൽ മാത്രമാണ് ബീഫ് കിട്ടുന്നത്, മറ്റ് സംസ്ഥാനങ്ങളിലെ ബീഫ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാനിട്ട പോസ്റ്റിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് അതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറിക്കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. എന്റെ സഹോദരി സംഖ്യയുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിട്ടെങ്കിലും കുറച്ച് ബുദ്ധി ഈ സംഖ്യയുടെ തലയിൽ വേണ്ടേ? ഈ സംഖ്യയുടെ തലയിൽ മൊത്തമുണ്ടല്ല ചാണകം കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവരുടെ തെറ്റിദ്ധാരണ മാറ്റാനുണ്ടല്ല പടച്ച തമ്പുരാൻ വിചാരിച്ചാലും പറ്റൂല. പിന്നെ ഇവര് പറഞ്ഞ കാര്യമുള്ള സത്യം തന്നെയാണ്. ഇത്രയും ധൈര്യത്തിൽ ബീഫ് വിൽക്കാണ്ടിട്ടുണ്ടല്ല, ബീഫ് എഴുതി വെച്ചിട്ട് ബീഫ് വിൽക്കാൻ വേണ്ടിട്ട് കേരളത്തിലല്ലാതെ ഉത്തരേന്ത്യയിൽ എവിടെയും പറ്റൂല. ചാണക സംഖ്യകളെ ഇത് കേൾക്കുമ്പോൾ നിങ്ങളെ കുരുണ്ടല്ല എത്ര പൊട്ടിയാലും കുഴപ്പമില്ല. ഉത്തരേന്ത്യയിൽ ഇത്രയും ധൈര്യത്തിൽ ബീഫ് വിൽക്കാണ്ടിട്ട് എവിടെയും പറ്റൂല. എന്തിന് ബീഫ് വിട്, കോഴിയില്ലേ, കോഴിനെ പോലെ ഈ അടുത്ത കാലത്തുണ്ടല്ല വിൽക്കാൻ പറ്റുന്നില്ല. കോഴി ഇവരുടെ ഏത് മാതാവാണ്, എത്രാമത്തെ മാതാവാണെന്നുണ്ടല്ല ഇതുവരെ എനക്ക് മനസ്സിലായില്ല. അങ്ങനെയുള്ള എത്ര വീഡിയോ ആണ് പുറത്തു വരുന്നത്. ഈ ചാണക സംഖ്യ ഉണ്ടല്ല ഇതൊന്നും കണ്ടിട്ടും നാണും മാനും ഉളുപ്പില്ല കേട്ടാ. ഈ ചാണക സംഖ്യകൾ ഈ കാര്യമുണ്ടല്ലോ, ഈ പട്ടാളക്കാരന്റെ ഭാര്യ പറയുന്നത് ഇവരുടെ അനുഭവം ഉണ്ടല്ല, ഇവരുടെ ജീവിതാനുഭവത്തിനാണ് ഈ സംഭവം ഇവര് പറയുന്നത്. പക്ഷെ സംഖ്യകൾ എന്താ പറയുന്നറിയാ, കണ്ടവൻ അവിടെ നിൽക്കട്ടെ, കേട്ടവൻ പറയട്ടെ എന്നുള്ള ലൈനാണ് ചാണക സംഖ്യക്ക്. അതായത് ഉത്തരേന്ത്യയിൽ കുറെ കാലം ജീവിച്ച് ഇവരുണ്ടല്ല അവിടെ കണ്ട കാര്യങ്ങൾ പറയുമ്പം ഈ കേരളത്തിന്റെ അതിർത്തി കടക്കാത്ത ചാണകങ്ങളുണ്ടല്ല, ചാണകങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. ആ ചാണക സംഖ്യകൾ പറയുന്നു നമ്മൾ ഉദ്ദേശിച്ച ഉത്തരേന്ത്യ ഉണ്ടല്ല, ഉത്തരേന്ത്യ ഇങ്ങനെയൊന്നല്ല എന്നാണ് ഈ ചാണക സംഖ്യകൾ പറയുന്നത്. എന്നിട്ട് ഈ ചാണക സംഖ്യകൾ ഒരു പട്ടാളക്കാരന്റെ ഭാര്യ എന്നുള്ള അത്ര പോലും ഒരു പരിഗണന കൊടുക്കാതെ എമ്മാതിരി നാറിയ തെറിയാണ് ഈ ചാണക സംഖ്യകൾ വിളിക്കുന്നത്. അങ്ങനെ ഈ പാവ യുവതിയെ തെറി വിളിക്കുന്ന ചാണക സംഖ്യകളോട് എനിക്കൊന്നേ പറയുള്ളൂ, നീയൊക്കെ ഉണ്ടല്ല നിന്റെ സഹോദരിയും നിന്റെ അമ്മയൊക്കെ വിളിക്കുന്ന തെറിയുണ്ടല്ല, ഈ പാവ യുവതിയെ വിളിച്ചിട്ട് എന്ത് കാര്യം ചാണകങ്ങളെ? നിന്റെയൊക്കെ സംസ്കാരം ഉണ്ടല്ല, നിന്റെയൊക്കെ വീട്ടിലുള്ള സംസ്കാരമാണ് നീയൊക്കെ വിളിക്കുന്ന തെറിയിലൂടെ എല്ലാവരും കാണുന്നത്. എന്തൊക്കെയായാലും ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ ചാണക സംഖ്യയുടെ കുരു മൊത്തം പൊട്ടിച്ച ശ്രീനിത്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.